നിങ്ങൾ തമ്മിൽ കണ്ടത് കറക്റ്റാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ്സിലേക്ക് മാറി. അങ്ങനെ മാറിയ സമയത്ത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന പോയിൻറ്റ്സ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഗ്ലേസിംഗ് ആണ്. ഞാൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ ഒരുപാട് വർഷത്തോളം ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ചിത്രമൊക്കെ വരച്ച് സോഷ്യൽ മീഡിയാസിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ വരച്ചതിൻ്റെ റിസൾട്ട് പലപ്പോഴും ഫോട്ടോയിൽ കിട്ടാറില്ല. കാരണം പല സൈഡിൽ നിന്ന് ലൈറ്റൊക്കെ അടിച്ച് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ വന്ന് വളരെ വല്ലാണ്ടൊരു ഗ്ലേസിങ് എഫക്റ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ്സിൽ കാണാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ട് വാളിൽ തൂക്കുകയാണെങ്കിലും ചില ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ലൈറ്റ് വല്ലാണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഗ്ലേസിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ വരാത്ത പോലെ, ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് ഫൈനൽ ഔട്ട്പുട്ടിൽ കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ വരാറുണ്ട്. പക്ഷേ ചാർക്കോളിലേക്ക് ഞാൻ മാറിയ സമയത്ത്, ചാർക്കോൾ എന്ന് പറയുന്നത് ആക്ച്വലി മാറ്റ് ഫിനിഷുള്ളൊരു മീഡിയമാണ്. അതിൽ ലൈറ്റ് അധികം റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും ഫ്രെയിം ഇട്ട് വാളിൽ തൂക്കുന്ന സമയത്ത് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കറക്റ്റ് നമ്മൾ വരച്ച ആ റിസൾട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ഗ്ലേസിങ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിത്രം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് തോന്നിയത് ഗ്രാഫൈറ്റ് പെൻസിലിലെ 8B 10B 9Bയിലൊക്കെ ഉള്ള ഗ്ലേസിങ് ചാർക്കോൾ പെൻസിൽസിൽ ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഗ്രാഫൈറ്റ് പെൻസിൽസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ തുടക്കം മുതൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഗ്രാഫൈറ്റ് പെൻസിൽസ് ഉപയോഗിച്ച് ഷെയ്ഡിങ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽസ് ബ്രാൻഡ്സ് കമ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ലൈൻ ബ്രാൻഡിനുണ്ടായ ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പെൻസിൽ ഗ്രേഡ്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്രാഫൈറ്റ് പെൻസിൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡിഫറെൻറ്റ് ബ്രാൻഡ്സിലെ 2B പെൻസിൽ എടുക്കുകയാണ്. ആ എല്ലാ 2B പെൻസിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. ഡിഫറെൻറ്റ് ഷെയ്ഡ് ആയിരിക്കും 2B പെൻസിലിന് ഉണ്ടായിരിക്കുക. ഇനി ചില ബ്രാൻഡിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആർട്ട് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാമൽ ആയിരിക്കാം, അപ്സര ആയിരിക്കാം. ചില ബ്രാൻഡിൻ്റെ സെയിം ഗ്രേഡ് പെൻസിൽ വാങ്ങിച്ചാലും അതിൽ ഷെയ്ഡ് ഡിഫറൻസ് കാണാറുണ്ട്. നമ്മൾ ആർട്ട് ലൈൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ആർട്ട് ലൈൻ്റെ ഒരു സമയത്ത് 8B ഒക്കെ HBയുടെ പോലും തെളിച്ചില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ പാക്കറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഗ്രാഫൈറ്റ് പെൻസിൽസിന് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. ആക്ച്വലി ഗ്രാഫൈറ്റ് പെൻസിൽസ് ഉണ്ടാക്കുന്നത് പേര് പോലെ തന്നെ ഗ്രാഫൈറ്റ് പൗഡറും അതിലേക്ക് ഒരു ബൈൻഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. പൊതുവേ ക്ലേ ഒക്കെയാണ് ബൈൻഡറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ മിക്സ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് പൗഡറിൻ്റെ എമൗണ്ട് കൂടുന്തോറും അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടും. അപ്പോൾ പെൻസിലിൻ്റെ റേറ്റ് കൂടും. അതുപോലെ തന്നെ പെൻസിൽ നല്ല ഡാർക്കായിട്ടും പ്യൂറായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുവിധം ബ്രാൻഡുകളൊക്കെ പെൻസിലിൻ്റെ റേറ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഗ്രാഫൈറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുക അവർ, എന്നിട്ട് ക്ലേയുടെ എമൗണ്ട് കൂട്ടും. അപ്പോഴാണ് ഈ പെൻസിൽസിന് ഗ്രേഡ് ഡിഫറൻസും കൺസിസ്റ്റൻസി ഇഷ്യൂസൊക്കെ വരാറുള്ളത്. HB H2H ഗ്രേഡുള്ള പെൻസിൽസിന്, ലൈറ്റായിട്ടുള്ള ഹാർഡായിട്ടുള്ള പെൻസിൽസിന് റേറ്റ് കുറയാനുള്ള കാരണം ഇതാണ്. അതിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റിൻ്റെ എമൗണ്ട് കുറവാണ്. പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ എമൗണ്ട് കൂടുതൽ യൂസ് ചെയ്യേണ്ട പെൻസിൽസ്, കൂടുതൽ ഡാർക്ക് വേണ്ട പെൻസിൽസ് 8B 9B 10B ഇതിനൊക്കെ പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ റേറ്റ് കൂടുതലാണ്. പക്ഷേ ആ റേറ്റിനുള്ള ആ ക്വാളിറ്റി മിക്ക ബ്രാൻഡുകളും പെൻസിൽസിന് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്രാഫൈറ്റ് പെൻസിൽസ് ബ്രാൻഡ്സിനാണെങ്കിലും സെയിം ബ്രാൻഡിൻ്റെ സെയിം ഗ്രേഡുള്ള പെൻസിൽസിനാണെങ്കിലും കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് ചാർക്കോളിലേക്ക് വരികയാണെങ്കിൽ, ചാർക്കോളിൽ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഒന്നും കേരളത്തിൽ അവൈലബിൾ അല്ല. നമ്മൾ 3 ഗ്രേഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഹാർഡ്, ഒന്ന് മീഡിയം, ഒന്ന് സോഫ്റ്റ്. ഹാർഡ് പെൻസിൽസ് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, കുറച്ചും കൂടി ഹാർഡായിരിക്കും പേര് പറയുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ലൈറ്റ് പെൻസിൽസ് ആയിരിക്കും. സോഫ്റ്റ് എന്ന് പറയുന്ന പെൻസിൽ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവും, പക്ഷേ വളരെ ഡാർക്കായിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും. മീഡിയം പെൻസിൽ ഇതിൻ്റെ മിഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 3 ഗ്രേഡാണ് ചാർക്കോൾ പെൻസിലിൽ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ബ്രാൻഡിൻ്റെ മീഡിയം പെൻസിൽ എടുത്താലും ഏകദേശം സിമിലർ ആണ്. വലിയ ഡിഫറൻസ് ഒന്നും കാണാറില്ല. പിന്നെ ഈ ചാർക്കോൾ എന്ന് പറയുന്ന കാര്യം അധികം റേറ്റ് വരാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇതിൽ കൺസിസ്റ്റൻസി ഇഷ്യൂസ് ബ്രാൻഡുകൾക്ക് പൊതുവേ കാണാറില്ല.
ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ റേറ്റ് കുറവുള്ള ബ്രാൻഡ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്നുള്ള ഇഷ്യൂസാണ് വരാറുള്ളത്. ഈ ഡാർക്ക്നെസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡിൻ്റെ ഡിഫറൻസ് പൊതുവേ കാണൽ വളരെ കുറവാണ്. തേർഡ് പോയിന്റ് ഡാർക്ക്നെസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, കുറച്ച് കാലം മുൻപ് 2 വർഷം മുൻപൊക്കെ നമ്മൾ വാങ്ങുന്ന മിക്ക പെൻസിൽ ബ്രാൻഡിൻ്റെയും 10B 8B ഒക്കെ നല്ല ബ്ലാക്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ സെയിം ബ്രാൻഡിന് തന്നെ 10B 8B ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഡാർക്ക്നെസ് കിട്ടുന്നില്ല. ഈ ഒരു വീഡിയോ ഒരു ബ്രാൻഡിനെയും താഴ്ത്തി കാണിക്കാനൊന്നുമല്ല, പ്യുവറായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ബ്രാൻഡുകളുടെ പെൻസിൽസ് ഇപ്പോൾ വാങ്ങി നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് 8B 10B റേഞ്ചിലുള്ള പെൻസിൽസ് അത്രയും ഡാർക്ക്നെസ് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതേ സമയത്ത് ചാർക്കോൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചാർക്കോൾ തന്നെയാണെന്ന് ഒരു സംശയമില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഷർട്ട്, ഈ ഒരു ടീഷർട്ട് ഇത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ചാർക്കോൾ പെൻസിൽ തന്നെയാണ് കിട്ടുക. കാരണം ഏറ്റവും ഡെപ്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും ഗ്ലേസിങ് ഇല്ലാതെ പ്യുവർ ബ്ലാക്ക് കിട്ടുന്നതും ചാർക്കോൾ പെൻസിലിന് തന്നെയാണ്. സോ ഡാർക്ക്നെസ്സിൻ്റെ കാര്യത്തിൽ ചാർക്കോൾ പെൻസിലാണ് വിൻ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ്, യൂസ് ഓഫ് വൈറ്റ് ജെൽ പെൻ. വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിൽ പൊതുവേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ് പേപ്പറിൻ്റെ മുകളിൽ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വൈറ്റ് ജെൽ പെൻ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ പിടിക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ചാർക്കോൾ പെൻസിലിലേക്ക് വരികയാണെങ്കിൽ ചാർക്കോൾ പെൻസിൽ വളരെ മാറ്റായിട്ടുള്ള കുറച്ചും കൂടി റഫായിട്ടുള്ള സർഫസാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ജെൽ പെൻ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് പ്രതലത്തിൻ്റെ മുകളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കാണാം. അപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് ജെൽ പെൻ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാളും ചാർക്കോൾ പെൻസിലിന് മുകളിലാണ്. ഫിഫ്ത്ത് പോയിന്റ്, യൂസ് ഓഫ് ഇറേസേഴ്സ്. ഞാൻ ചാർക്കോൾ പെൻസിലിലേക്ക് വരാനായിട്ട് ഇത്രയും ടൈം എടുത്തത് ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരുന്നു. ഇറേസർ, അതായത് നമ്മൾ എന്തെങ്കിലും വരച്ച് ഇറേസ് ചെയ്യുന്ന സമയത്ത് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ച ലൈൻസ് ഇറേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇറേസിങ് കേപ്പബിലിറ്റി നമ്മുടെ ഡ്രോയിങ് സ്റ്റൈൽ പോലെ ഇരിക്കും. ഇപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിലാണെങ്കിൽ നല്ല രീതിയിൽ കുത്തി നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് വരയ്ക്കുന്ന ഒരാളുടെ ആ ലൈൻസ് ഇറേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സെയിം പോലെ തന്നെയാണ് ചാർക്കോൾ പെൻസിലും. ചാർക്കോൾ പെൻസിൽ ലൈറ്റായിട്ട് വരച്ച ലൈൻസ് ഇറേസർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇറേസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രോയിങ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇറേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാമെന്ന്. ആ ഒരു കാര്യം മനസ്സിലായപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് ഇറേസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നോർമൽ ഇറേസർ ആണെങ്കിലും മോണോസിർ ഇറേസർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റും വൈറ്റ് ഹെയർസും ഒക്കെ വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുകൂടാതെ നീഡബിൾ ഇറേസർ വരെ ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത ഡ്രോയിങ്ങിൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ യൂസ് ഓഫ് ഇറേസേഴ്സിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇഷ്യൂസ് ഒന്നും ചാർക്കോൾ ഡ്രോയിങ്സിൽ ഞാൻ കണ്ടില്ല. സിക്സ്ത് പോയിന്റ്, വർക്ക് ഫ്ലോ ആണ്. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഡ്രോയിങ് പ്രോസസ്സ്. ഞാൻ ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ്സ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് പെൻസിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു. നമ്മൾ 2H മുതൽ HB 2B 3B 4B 8B 10B വരെയുള്ള പെൻസിൽസ് എല്ലാം നിരത്തി വെച്ച് എല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവും, ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യണം. അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏതൊക്കെ പെൻസിൽ ഏതൊക്കെ ഷെയ്ഡിന് എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ പെൻസിൽ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ടൈം ലാഗ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ചാർക്കോൾ പെൻസിലിലേക്ക് മാറിയ സമയത്ത് നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്യാനായിട്ട് 3 ചാർക്കോൾ പെൻസിൽസാണ് യൂസ് ചെയ്യാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. നമുക്ക് ഡ്രോയിങ് പ്രോസസ്സിൽ നമുക്ക് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ടൈം നമുക്ക് റെഫറൻസ് പിക്ചർ ഒബ്സർവ് ചെയ്യാനും ഓരോ ഷെയ്ഡിങ്ങിൻ്റെയും ഷേപ്പും അതിൻ്റെ ഡെപ്തും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രോയിങ് വർക്ക് ഫ്ലോയിൽ ഒരുപാട് മാറ്റങ്ങൾ ചാർക്കോളിലേക്ക് മാറിയപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഡ്രോയിങ് കുറച്ചും കൂടി നീറ്റാക്കാനും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് വരച്ച ഒരുപാട് ഗ്രാഫൈറ്റ് ഡ്രോയിങ്സ് വരച്ച് തീരുമ്പോൾ ഗ്ലേസിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളെടുക്കുന്ന എഫേർട്ട് വേസ്റ്റ് ആയി പോകുന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പെൻസിലൊക്കെ നമ്മൾ മാറി യൂസ് ചെയ്ത് ഏത് ബ്രാൻഡാണ് ബെസ്റ്റ് എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ചാർക്കോളിലേക്ക് മാറിയ സമയത്ത് ആ ഇഷ്യൂസൊക്കെ എനിക്ക് പെട്ടെന്ന് മാറിക്കിട്ടി. 3 പെൻസിൽ നമ്മൾ യൂസ് ചെയ്ത് കൂടുതൽ ടൈം നമ്മുടെ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനേക്കാളും ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്തതിനേക്കാളും
നമ്മുടെ സ്കില്ല്, നമ്മുടെ ഡ്രോയിങ് സ്കില്ലിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. സോ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എൻ്റെ ഡ്രോയിങ് വർക്ക് ഫ്ലോ മാറി. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രോയിങ്ങിൽ നല്ല രീതിയിൽ മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൂടാതെ ബ്ലാക്ക് ആയിട്ടുള്ള ലാർജ് ഏരിയാസ്, ഡാർക്ക് ആയിട്ടുള്ള ലാർജ് ഏരിയാസ് കവർ ചെയ്യുന്ന സമയത്ത് ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർക്കോൾ പെൻസിൽസ് ഉപയോഗിച്ച് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ക്യാമ്പിലിൻ്റെ കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്സ് അല്ലെങ്കിൽ ചാർക്കോൾ പൗഡറൊക്കെയാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ലാർജ് ആയിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ഉദ്ദേശിച്ച ഡെപ്തിൽ തന്നെ കറക്റ്റായിട്ട് നീറ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. മിക്കവാറും ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ടൈം എടുത്തത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്ലേസിംഗ് ഒക്കെ വന്ന് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു റിസൾട്ടിലേക്ക് നമ്മുടെ ചിത്രം മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ചാർക്കോളിലേക്ക് വരുന്ന സമയത്ത്. ഗ്രാഫൈറ്റ് പെൻസിൽ മിക്കവാറും 10B 8B ഒക്കെ സ്റ്റെഡ്ലറും അതുപോലെ തന്നെ ടോപ്പ് ബ്രാൻഡുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു പെൻസിലിൽ തന്നെ 85-70 രൂപയ്ക്ക് റേറ്റൊക്കെ വരാറുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമലിൻ്റെ കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്സ്, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കംപ്രസ്ഡ് ചാർക്കോൾ സ്റ്റിക്ക്, അതിന് 20 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നല്ല രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പൗഡറും നമ്മുടെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രാഫൈറ്റ് പൗഡറിനേക്കാളും ഒരുപാട് റേറ്റ് കുറവാണ് ചാർക്കോൾ പൗഡേഴ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ ചാർക്കോൾ പെൻസിൽസിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. സ്റ്റെഡ്ലറിൻ്റെ ചാർക്കോൾ പെൻസിൽസ് വരുന്നുണ്ട്, ക്രെറ്റ കളറിൻ്റെ ചാർക്കോൾ പെൻസിൽസ് വരുന്നുണ്ട്, ഈവൻ ക്യാമലിൻ്റെ റേറ്റ് കുറവുള്ള ചാർക്കോൾ പെൻസിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ടോട്ടാലിറ്റിയിൽ കോസ്റ്റ് കുറയ്ക്കാനും നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ടോട്ടൽ വർക്ക് ഫ്ലോ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനും ചാർക്കോൾ പെൻസിൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ 6 പോയിൻറ്റ്സ് ആണ് ഗ്രാഫൈറ്റിൽ നിന്നും ചാർക്കോളിലേക്ക് പൂർണ്ണമായിട്ട് മാറിയ സമയത്ത് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള തോന്നിയ കാര്യങ്ങൾ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചാർക്കോൾ ഡ്രോയിങ് ചെയ്ത സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓരോ ആൾക്കാരുടെയും ഡ്രോയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പോയിൻറ്റ്സ് മാറും. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ ഇതുവരെ ചാർക്കോൾ പെൻസിൽസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചാർക്കോൾ പെൻസിൽ നല്ല രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും എല്ലാവർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീഡിയമാണ് ചാർക്കോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ലാർജ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പോർട്രേറ്റ്സിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ഡെപ്തിൽ, അതിൻ്റേതായ ആ ഒരു ഡാർക്ക്നെസ്സിൽ ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററായിട്ട് നമുക്ക് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട്, അധികം കോസ്റ്റൊന്നുമില്ല ചാർക്കോൾ പെൻസിൽസിന്, തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ചാർക്കോൾ പെൻസിൽസിന് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആർട്ട് ലവേഴ്സിന് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളുടെ കമൻസും എല്ലാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ അറിവുകൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.